ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ മഴതോറും മുൻപേ സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളുടെ ഒരു ഇൻട്രോയിലോട്ട് പോയാലോ? അതായത് നമ്മുടെ അലീനയുടെയും മനുശങ്കറിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെയും അവരുടെയൊക്കെ ജീവിതങ്ങൾ ഇനി ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊന്ന് നമുക്ക് നോക്കിയാലോ? അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ മുത്തുമണികളും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോയാലോ? അപ്പോൾ നമ്മുടെ എല്ലാവരും വൈജയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം നിൻ്റെ പെരുമാറ്റം കൊണ്ടാണ് ബാലചന്ദ്രൻ ഇന്ന് ഈ ഒരു അവസ്ഥ വരാനും അത് മനസ്സിലാക്കാതെ നീ വീണ്ടും വീണ്ടും ആ ഒരു രീതിയിൽ പോകരുത് എന്നൊക്കെ നമ്മുടെ ഗംഗാധരനും മാലതിയും മനുവും ഡോക്ടർ പോലും വൈജയനെ ഉപദേശിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ വൈജയ്ക്ക് സ്വയം തോന്നുന്ന എല്ലാവരും എന്നെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. വൈജയുടെ മനസ്സിലാണെങ്കിൽ വല്ലാത്തൊരു വിദ്വേഷവും ദേഷ്യവും ഒക്കെ, പക്ഷേ എങ്കിലും എല്ലാവരുടെയും മുമ്പിൽ അത് പ്രകടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് സ്വയം ആ അമർഷം അങ്ങനെ അമർത്തി പിടിച്ചൊക്കെയാണ്. അപ്പോൾ ഡിസ്ചാർജിൻ്റെയൊക്കെ ദിവസങ്ങളെത്തി. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രന് ഡിസ്ചാർജായി. അപ്പോൾ ആവുന്നതിന് തൊട്ട് മുന്നേ ഡോക്ടർ വൈജയനെയും കൂടെ നിർത്തിക്കൊണ്ട് തന്നെ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കാര്യം ബാലചന്ദ്രൻ്റെ ബോഡി ഒരുപാട് വീക്കാണ്, BP ഹൈ ആണ്. അതുപോലെ 3 ബ്ലോക്കിൽ 2 ബ്ലോക്കേ നമുക്ക് റിങ്ങിടാൻ പറ്റിയിട്ടുള്ളൂ. ആ ഒരു ബ്ലോക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ കെയർ ചെയ്ത് ഒരുപാട് ഷൗട്ട് ചെയ്യുന്നയോ അല്ലെങ്കിൽ ഒരുപാട് ഇമോഷൻ ആവുന്ന കാര്യങ്ങളൊന്നും തന്നെ ബാലചന്ദ്രൻ്റെ ലൈഫിൽ വരാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഡിസ്ചാർജായി വീട്ടിലെത്തുമ്പോൾ നമ്മളെ കൃഷ്ണജക്കുട്ടി എല്ലാവരും ഉണ്ട്, നമ്മുടെ ബബിത, രോഹിത്ത്. പക്ഷേ രോഹിത്തും ബബിതയൊന്നും അച്ഛനെ കാണാൻ വേണ്ടി വന്നിട്ടില്ല. കൃഷ്ണജ മോള് മാത്രമാണ് ആകെ വന്നിരിക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രനെ കണ്ടതും കൃഷ്ണജ മോൾ ഓടി ചെല്ലാണ്. നമ്മുടെ മനുവൊക്കെ ചേർന്നാണ് ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ കൃഷ്ണജ മോൾ അച്ഛനെ ചെന്ന് പിടിച്ച് റൂമിലോട്ടൊക്കെ കൊണ്ടുവരികയാണ്. അപ്പോൾ റൂമിൽ കൊണ്ടുവന്നതിന് ശേഷം ബബിതയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ, എന്താടി എന്നെ കണ്ടിട്ട് ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞ് അത് അച്ഛൻ വന്ന ഷോക്കിൽ ഇങ്ങനെ നിന്നാണ്, ഇപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ആയിക്കോട്ടെ, നിൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ തിരക്കായതുകൊണ്ടാവും എന്നെ കാണാൻ വരാത്തത്. ആയിക്കോട്ടെ, പഠിത്തത്തിനൊന്നും മുടക്കം വരണ്ട എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ റെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അലീന എന്ത് ചെയ്യുന്നു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന അപ്പം തന്നെ വരികയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് സാർ, ഇപ്പോൾ ആരോഗ്യമൊക്കെ ശരിയായോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. വന്ന് കയറും മുമ്പ് തന്നെ അലീന സർവൻറ്റിനെ തിരക്കലാണ് ബാലേന്ദ്രൻ്റെ ജോലി. വൈജയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. വൈജയ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ബാലചന്ദ്രൻ്റെ ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് വൈജയ്ക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, സുഖമായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അലീന മുത്തശ്ശിയുടെ അടുത്ത് പോവാണ്. സാറ് വന്നിട്ടുണ്ട്, അപ്പോൾ സാറിനോട് ഇനി പറഞ്ഞിട്ട് ഞാൻ പോവാണ്. കാര്യം ഞാനിപ്പോൾ എന്നെ കണ്ട പാടെ എൻ്റെ മാഡത്തിൻ്റെ മുഖമൊക്കെ ഒരു കുട്ടയുണ്ട്, എന്തൊക്കെയോ എന്നെ കിടന്ന് പിറുപിറുക്കുന്നുണ്ട്. എനിക്കിത് കണ്ടും കേട്ട് നിൽക്കാൻ പറ്റില്ല മുത്തശ്ശി, ഞാൻ പൊക്കോട്ടെ. അപ്പോൾ മുത്തശ്ശി പറയുന്നത്, എന്താണ് മോളെ നീ ഈ പറയണത്? നീ ഒരു കാര്യം ചെയ്യും, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ബാലേന്ദ്രനാണ്. ബാലേന്ദ്രനോട് ചോദിച്ചിട്ട് നീ ഒരു തീരുമാനം എടുക്കുക. അത് ഞാൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് നമ്മുടെ അലീനക്കുട്ടി ചെല്ലുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നത്, എനിക്കൊരു ലെമൺ ടീ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അതിന് അവൾ തന്നെ കൊണ്ടുവരണോ? ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ കൊണ്ടുവന്ന് പറയാം. നീ എൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടുകയോ നിൻ്റെ മുഖം പോലും കാണുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ റൂമിൽ നിന്ന് നീ ഇറങ്ങിപ്പോ, എനിക്ക് നിന്നെ ഫേസ് ചെയ്യണത് പോലും എനിക്കിഷ്ടമല്ല എന്നൊക്കെ ബാലേന്ദ്രൻ എടുത്തടിച്ചെന്നൊക്കെ അങ്ങ് പറയാണ്. കാര്യം ആ ഉള്ളിൽ കിടക്കുന്ന ദേഷ്യവും അമർഷവും എങ്ങനെ അങ്ങോട്ട് പ്രകടിപ്പിക്കണമെന്ന് ബാലേന്ദ്രൻ അറിയില്ല. എങ്കിലും തൻ്റെ ശരീരവും തൻ്റെ മക്കളുടെ ഭാവിയൊക്കെ ഓർത്ത് ബാലചന്ദ്രൻ പലതും സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ അങ്ങനെ വൈജയ്ക്ക് ഇതൊക്കെ ദേഷ്യം പറയണം. അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരി ഈ അലീനയാണ്. എവളാണ് ഇതിനെല്ലാം കാരണക്കാരി, എവളെ എത്രയും വേഗം പുറത്താക്കണം. എൻ്റെ അലീന ലെമൺ ടീ കൊടുത്തിട്ട് ഇറങ്ങി വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്തോ പോകണമെന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് പിന്നെ എന്താ പോകാണ്ട് നിൽക്കണം? ബാഗ് റെഡിയാക്കി നിന്നല്ലോ. അതെ, ഞാൻ പോവാണ്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ട് പോകാനാ? അപ്പോൾ പറയുന്നുണ്ട്, അവൾ പോവാ. അപ്പോൾ നീ എങ്ങോട്ടാണ് പോകണേന്ന് ചോദിക്കും അലീനയുടെ അടുത്ത്. അപ്പോൾ പറയുന്നുണ്ട്, അറിയില്ല, ഞാൻ എന്തായാലും കുറച്ച് ആദ്യം പോയി രേവതിക്കുട്ടിയുടെ വീട്ടിൽ നിന്നിട്ട് നല്ലൊരു സേഫായിട്ടുള്ള ജോലി ശരിയാകുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകാം സാറേ എന്ന് പറയുന്നുണ്ട്. നീ എങ്ങോട്ടും പോകുന്നില്ല, നീ എന്നെ കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ എനിക്കറിയാം, നീ ഇവിടെ നിന്നാൽ മതി എന്നിങ്ങനെ ബാലേന്ദ്രൻ കർശനമായിട്ട് പറയണം. സാർ പ്ലീസ്, ഞാൻ പൊക്കോട്ടെ. കാര്യം വെച്ചാൽ ഞാൻ ഇവിടെ നിൽക്കുന്നതൊന്നും മാഡത്തിന്
കുടുംബത്തിന് ഇഷ്ടമല്ല, എന്തിനാ വെറുതെ ഞാൻ കാരണം നിങ്ങളുടെ കുടുംബത്തിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അലീന പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട്. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ അനുവാദമില്ലാതെ നീ എങ്ങും പോവില്ല എന്ന് തന്നെ തീർത്ത് പറയുന്നുണ്ട്. അലീന വേഗം തന്നെ കരഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ റൂമിൽ പോവാണ്. ബാലേന്ദ്രൻ സാറ് സമ്മതിക്കുന്നില്ല. മുത്തശ്ശി, ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, അവന് നിന്നെ ഇവിടെ നിന്ന് വിടുന്നത് ഇഷ്ടമല്ല, അവനാണ് നിനക്ക് പൈസ തരുന്നത്, അപ്പോൾ അവൻ നോക്കിക്കോളും നിൻ്റെ കാര്യങ്ങളൊക്കെ, നീ ബാലേന്ദ്രൻ പറയുന്നത് കേട്ടാൽ മതി, അവൾ അവിടെ കിടന്ന് ചലയ്ക്കട്ടെ, നീ അതൊന്നും നോക്കണ്ടെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴോ എന്തോ മരുന്ന് കൊടുക്കാനും മറ്റുമായിട്ട് അലീന ജോലിയുടെ ഇടയിൽ അവിടെ ആരുമില്ല, അപ്പോൾ മരുന്നിൻ്റെ സമയമായല്ലോ കൊടുക്കാൻ. അപ്പോൾ അലീന ബാലേന്ദ്രൻ്റെ റൂമിൽ ചെന്ന് മരുന്നൊക്കെ കൊടുക്കുകയാണ്. എൻ്റെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്കെന്താ ഇവിടെ നിന്ന് പോകണമെന്ന് അത്ര നിർബന്ധം, അപ്പോൾ നിൻ്റെ കൂടപ്പിറപ്പുകളും നിൻ്റെ അമ്മയൊക്കെ ഉപേക്ഷിച്ച് നീ പോകുന്നു എന്ന് ചോദിക്കും. അലീന ഒരു നിമിഷം അങ്ങ് ഞെട്ടിത്തെറിക്കുക. സാറിതെന്താ ഈ പറഞ്ഞ്, അല്ല നിൻ്റെ അമ്മയും നിൻ്റെ കൂടപ്പിറപ്പുകളൊക്കെ ഉപേക്ഷിച്ച് നിനക്ക് പോകണമെന്നാണോ ആഗ്രഹമെന്ന്. അലീനയ്ക്ക് ബാലേന്ദ്രൻ്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. സാർ ഇതെന്താ അറിഞ്ഞിട്ടാണോ പറയണേ, ഇതെവിടെ നിന്ന് ഈ വിവരങ്ങളൊക്കെ സാറിന് കിട്ടിയത്? അലീന ആകെ ഷോക്ക്ഡ് ആവണം. അലീനയ്ക്ക് ഒന്നും പറയാനില്ല. അലീന ആകെ എന്തോ പോലെ ആയിപ്പോയി. പെട്ടെന്ന് കരുതുന്നില്ല ബാലേന്ദ്രൻ സാറ് ഇത് അറിഞ്ഞു എന്നുള്ളതെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞു, ആ അറിഞ്ഞതിൻ്റെ പേരിലാണ് എനിക്ക് ഈ ഒരു പെട്ടെന്നുള്ള ഷോക്കിൽ എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ടും മറ്റും വന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വന്നത്, അപ്പോൾ നീ ഒരിക്കലും ഇവിടം വിട്ട് പോകരുത് എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ അലീനയോട് പറയുന്നുണ്ട്. അലീനയ്ക്ക് എന്ത് പറയണം അല്ലെങ്കിൽ സാറിന് എന്ത് മറുപടി കൊടുക്കണം എന്നൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ അലീന ഓടി മുറിക്കകത്ത് പോവാണ്. പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് രേവതിക്കുട്ടിയെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. രേവതിക്കുട്ടി, സാറ് എന്നെ ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കുന്നില്ല, പക്ഷേ സാറ് എങ്ങനെയോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഷോക്കുമാണ് സാറിന് ഉണ്ടായതെന്നും വൈജയന്തി എൻ്റെ അമ്മയാണെന്നൊക്കെ സാറ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതെങ്ങനെ ആര് പറഞ്ഞു കൊടുക്കും? ചേച്ചി ആരോടത്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. ഇല്ല മോളെ, ഞാൻ ഒരാളെ കൂടെ ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയായിരിക്കും സാർ അറിഞ്ഞത്? ഇനി ഫോൺ എന്തെങ്കിലും വഴി അറിഞ്ഞതാണോ? ചേച്ചി ആ ഫോണൊന്ന് ചെക്ക് ചെയ്തേ, വല്ല കോൾ റെക്കോർഡിങ് എന്തെങ്കിലും ഓണാക്കിയൊക്കെ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കി. അപ്പോൾ അലീന നോക്കിയപ്പോൾ എന്താണ് സംഭവം? അത് തന്നെ, അലീനയും രേവതിക്കുട്ടിയും സംസാരിച്ച ഫോൺ റെക്കോർഡിങ് എല്ലാം റെക്കോർഡായി കിടക്കുകയാണ്. അതെല്ലാം നമ്മുടെ ബാലേന്ദ്രൻ സെൻഡ് ചെയ്തിട്ടുമുണ്ട്. അലീനക്കുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനിയിപ്പോൾ എന്ത് പറയാനാണ്? ഇനിയിപ്പോൾ അലീനയ്ക്ക് പേടിയായി തുടങ്ങി. കാര്യം ഇതെങ്ങാനും ഇനി അമ്മ അറിഞ്ഞു കഴിയുമ്പോൾ ഇനി അതിൻ്റെ പേരിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാകും, എനിക്കിതൊന്നും ഫേസ് ചെയ്യാൻ വയ്യ. അതിൽ നിന്ന് നല്ലത് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതല്ലേ. ചേച്ചി എന്തായാലും എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കണ്ട, സാറ് പറയുന്ന പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. അങ്ങനെയൊക്കെ ആലോചിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീന ഗുളിക എടുത്ത് കൊടുക്കാൻ പോയത് നമ്മുടെ വൈജയന്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ബാലേന്ദ്രന്. അപ്പോൾ അവൾ ഗുളിക കൊടുത്തിട്ട് ഇറങ്ങി വരുമ്പോൾ, നീ ആരാ ബാലേന്ദ്രന് ഗുളിക എടുക്കാൻ? ഇവിടെ ഞങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, നിൻ്റെ പണി അതൊന്നുമല്ലോ, നീ അമ്മയുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി, പോയി പണി ചെയ്യാമെന്ന് പറഞ്ഞ് ആട്ടി വിടുകയാണ്. അപ്പോൾ പറയും, ഇവിടെ നിങ്ങളാരും ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ കൊടുത്തതെന്ന് അലീന തിരിച്ച് പറയുമ്പോൾ അലീനയുടെ മുഖം നോക്കി 2-3 ആട്ടം കൊടുക്കുകയാണ് കവിളത്ത്. അലീന അങ്ങ് ഷോക്കായി പോണ്. നിർത്തടി എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഒച്ചയെടുക്കണം. അപ്പോൾ കൃഷ്ണൻചക്കുട്ടി അച്ഛ ഒച്ചയെടുക്കണ്ടെന്ന് പറയുന്നുണ്ട്. നീ എന്തിനാണ്ടി തല്ലണത് അലീനേനെ? അവളെ ഗുളിക തന്നതെന്ന് പറഞ്ഞ് ഇവിടെ എന്നെ വല്ല ഭൂകമ്പം സംഭവിക്കുമെന്ന് ചോദിക്കും. അപ്പോൾ പറയും, നിങ്ങൾക്ക് ഗുളിക തരാൻ ഇവിടെ ഞങ്ങളുണ്ട്. അതിന് നീ ആരാടി? നിങ്ങളെന്തേ ഞാൻ അവളെ തല്ലിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്തേ നിങ്ങൾ എന്നെ തല്ലുമോ? വേണ്ടി വന്നാൽ നിന്നെ തല്ലും. ഈ വീട്ടിൽ ഇനി മുതൽ നിൻ്റെ ഭരണം വേണ്ട, ഞാൻ എന്ത് പറയുന്നു അതനുസരിച്ച് ഈ വീട്ടിൽ ഓരോ കാര്യങ്ങളും നടക്കുള്ളൂ. അലീന പോണം പോണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഇതെൻ്റെ വീടാണ്, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കും. അത് പറ്റാത്തവർക്ക് ഈ വീട്ടിൽ നിന്ന് പോകാം എന്നിങ്ങനെ പറയുന്നുണ്ട്. വൈജയന്തിക്ക് മുഖത്തടിച്ചിണക്കങ്ങ് ആവുകയാണ്. ആകെ ഷോക്കായി പോവല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അതുകൂടാണ്ട് ഒരിക്കൽ ഗംഗാധരനും നമ്മുടെ മാലതിയും വീട്ടിൽ വരുന്ന സമയത്ത് അവർ ഇങ്ങനെ വൈജയായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വൈജ ഫോണിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ വീട്ടിലെത്തി, ഇവിടെ അമ്മയുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മയുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. ആ കുട്ടി മരിച്ചിട്ടില്ലെന്നും അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും
വിവരങ്ങളൊക്കെ അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നതിന് അപ്പോഴാണ് നമ്മുടെ അമ്മ മനസ്സിലാക്കുന്നത് ഗംഗാധരൻ്റെ വായിൽ നിന്ന് അലീനെ പ്രസവിച്ച് ആ കുഞ്ഞ് മരിച്ചിട്ടില്ലെന്നും ആ പെൺകുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും ഒക്കെയുള്ള കാര്യം അറിയുന്നത്. പക്ഷെ ആരാ എന്താണെന്നുള്ളതൊന്നും മുത്തശ്ശിക്ക് പിടുത്തം കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈജയനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വൈജയ് പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴാണ് വന്നത്? ഞാൻ ബാങ്കിലാണ്, ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഗംഗാധരനും നമ്മുടെ മാലതിയും റൂമിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അലീനയാണ് വൈജയുടെ കുട്ടി എന്നുള്ള കാര്യം ഉറപ്പാണ് ഗംഗേട്ടാന്ന് മാലതി പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഇതിനെക്കുറിച്ചൊക്കെ റൂമിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് വൈജ ബാങ്കിൽ നിന്ന് വൈജയുടെ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വൈജ കേൾക്കുകയാണ്. എന്നിട്ട് വൈജ നേരെ ചെന്നിട്ട് ഗംഗാധരൻ്റെ കോളറെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, സത്യം പറയുക, എൻ്റെ കുഞ്ഞ് ഞാൻ 22 വർഷങ്ങൾക്ക് മുന്നേ പ്രസവിച്ച് എൻ്റെ കുഞ്ഞ് ഇന്നും ജീവനോടെ ഉണ്ടോ ഗംഗേട്ട? പറയും, നിങ്ങളിപ്പോൾ പറയും, എല്ലാവരും കൂടെ നിങ്ങൾ എന്നെ ചതിക്കില്ലേ എന്ന് പറഞ്ഞ് ഒരു ഭ്രാന്തായ രീതിയിൽ വൈജ അവിടെ കിടന്ന് പെർഫോം ചെയ്യാണ്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, മാലതി നീ സമാധാനപ്പെടുക, ആരാ എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, ചില നമ്മുടെ തോന്നലുകൾ, അതായത് കാൽക്കുലേഷൻ അങ്ങോട്ട് കറക്റ്റ് ആയിട്ടില്ല, എങ്കിലും ആ കുഞ്ഞിന്ന് ജീവനോടെ ഉണ്ട് എന്നറിയുന്നുണ്ട്. അപ്പോൾ വൈജ കിടന്ന് വൈലൻ്റ്, അവൻ എവിടെയാണ്, ഏത് ഇതിലാണ് എൻ്റെ കുഞ്ഞ് വളരുന്നത്? ഇത്രയും നാൾ ഈ 22 കൊല്ലവും എൻ്റെ കുഞ്ഞൊരു അനാഥയെ പോലെ വളർന്ന് എന്നെ എന്തിനാണ് നിങ്ങൾ ഈ ചതിയിലോട്ട് വിട്ടത്? എൻ്റെ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കുഞ്ഞുമായിട്ട് ജീവിക്കില്ലായിരുന്നു. എന്തിനാണ് എന്നെ ഈ ബാലേന്ദ്രൻ്റെ കൂടെ വേറൊരു ജീവിതത്തിലോട്ട് തള്ളിവിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നൊക്കെ അലീന നമ്മുടെ വൈജ ചോദിക്കുന്നുണ്ട്. ഗംഗാധരൻ്റെ മാലതിക്ക് അതിനൊന്നും മറുപടിയില്ല. ഗംഗാധരൻ പറഞ്ഞു, നീ സമാധാനപ്പെടും, നിനക്കിപ്പോൾ ഒരു കുടുംബമുണ്ട്, നിനക്ക് 3 മക്കളുണ്ട്, അതെല്ലാം നീ ഓർക്കണം, എനിക്കതൊന്നും കേൾക്കണ്ട. എൻ്റെ കുഞ്ഞിപ്പോൾ ഏത് ഓർഫണേജിലാണ് ഉള്ളത്, അവിടെ അതെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവസാനം വൈജയുടെ നിർബന്ധത്തിന് വഴങ്ങി ബാലേന്ദ്രൻ ഗംഗാധരൻ ആ ഓർഫണേജ് ഏതാണെന്നും അവിടെ ഉണ്ടായിരുന്ന ആ അമ്മയുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കണം. ആ സമയം തന്നെ വൈജ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങണം. അപ്പോൾ ഗംഗാധരൻ മാലതി പറ്റുന്നിടത്തോളം തടയണേ, നീ ഇപ്പോൾ പോകണ്ട, സമയം ഇത്രയും നമുക്ക് പോകാം, നിങ്ങൾ ആരും എന്നെ തടയണ്ട, ഞാൻ പോവാമെന്ന് പറഞ്ഞ് വൈജ പോകുന്നുണ്ട്. പക്ഷേ ബാലേന്ദ്രൻ പോയ പോക്കൊന്നുമല്ല. വൈജ കൃഷ്ണജ മോളെയൊക്കെ വിളിച്ചപ്പോൾ കോളെടുത്ത് പറഞ്ഞു, ഞാനൊരു സ്ഥലത്ത് പോവാണ്, ഒരാളെ കാണാനുണ്ട്, ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് പോകണം. അങ്ങനെ അത്രയും ദൂരം വണ്ടി ഓടിച്ച് രാത്രിയോടുകൂടി ആ ഓർഫണേജിൽ അവിടെ എത്തുന്നുണ്ട്. പക്ഷേ ഗംഗാധരൻ പറഞ്ഞ പേരൊന്നും അല്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ സിസ്റ്റർമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയാണ്. 22 കൊല്ലം മുന്നേ ഒരു കുഞ്ഞിന് ജന്മം നൽകി ഞാൻ, പക്ഷേ എൻ്റെ അച്ഛൻ ആ കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞ് ഇവിടുത്തെ വൃദ്ധാമ്മയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ആ സിസ്റ്റർമാർ പറയുന്നുണ്ട്, വൃദ്ധാമ്മയൊക്കെ മരിച്ചു, ഇപ്പോൾ ആ കുട്ടികളൊന്നും ഇവിടെ ഇല്ല, ഞങ്ങൾ ഈ ഓർഫണേജ് ഈ അടുത്തായിട്ടാണ് ഏറ്റെടുത്ത് ഇപ്പം നടത്തുന്നത്. അപ്പോൾ പറഞ്ഞ് അതിൻ്റെ എന്തെങ്കിലും രേഖകളോ മറ്റോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ അത് നോക്കുമ്പോൾ അവർക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല. എന്നാലും 22 കൊല്ലം വെച്ച് നോക്കുമ്പോൾ അലീനെ ഈ ഓർഫണേജിൽ നിന്നാണ് അച്ഛൻ കൂട്ടിക്കൊണ്ട് വന്നത്. ഇനി അലീനയാണോ എൻ്റെ മകൾ എന്നൊക്കെയുള്ള ചിന്ത വൈജയുടെ ഉള്ളിൽ വരികയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം. അപ്പോൾ വൈജ അവിടെ നിന്ന് ആ രാത്രി ഒരു വിവരം കിട്ടാത്തതുകൊണ്ട് പുറപ്പെടാനായിട്ട് നിൽക്കുമ്പോൾ സിസ്റ്റർമാർ നിർബന്ധിച്ച് ഒരു റൂം കൊടുക്കും. എന്നിട്ട് അവിടെ കിടന്നിട്ട് നാളെ പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ വൈജയ്ക്ക് തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഇപ്പോൾ ഉള്ള ജീവിതത്തെക്കുറിച്ച് ഉള്ളതിനേക്കാളേറെ ആദ്യം താൻ നൽകിയ ആ കുഞ്ഞ്, അവളുടെ അവസ്ഥ, ഇത്രയും നാൾ അനാഥയായി വളർന്ന എൻ്റെ മകൾ എവിടെ, ആ ഒരു മൈൻഡ് മാത്രമേ വൈജയുടെ ഉള്ളിലുള്ളൂ. അപ്പോൾ ബാലേന്ദ്രൻ ഇതിൻ്റെ ഇടയിൽ അറിഞ്ഞായിരുന്നു വൈജ ഇങ്ങനെ കാറ് കൊടുത്തുകൊണ്ടൊക്കെ പോയി. പക്ഷേ ബാലേന്ദ്രൻ പറഞ്ഞു, പോകണമെങ്കിൽ പോട്ടെ, അത് വരാണ്ടിരുന്നാൽ മതി എന്ന ചിന്തയാണ് ബാലേന്ദ്രന്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒരു ഇൻട്രോ ആണ് ഇനി വരുന്ന ആഴ്ചകളിലെ ഒരു ചെറിയൊരു സ്റ്റോറി പോലെ ഞാൻ പറഞ്ഞത്. അപ്പോൾ വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന മഴതോറും മുൻപേ എന്ന സീരിയലിൽ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും നമ്മൾ ഓരോ ദിവസത്തെയും പ്രൊമോ വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക.